ഹൈലൈറ്റ്സ്. പൊതുമേഖല ഇൻഷുറൻസ് ഓഹരി. ഒരു വർഷത്തിൽ 147% നേട്ടം. മൾട്ടിബാഗർ ഓഹരി. ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചുപായുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ മിക്ക ഓഹരികളും മികച്ച നേട്ടം നൽകിക്കഴിഞ്ഞു. ഇതോടെ മികച്ച ഓഹരികൾ കണ്ടെത്താനും താരതമ്യേന അനുകൂലമായ വിലയിൽ ഓഹരി വാങ്ങാനും പരിശ്രമം കൂടുതലായി വേണ്ടിവരുന്നു. ഈയൊരു പശ്ചാത്തലത്തിൽ അടുത്ത 1.5 വർഷക്കാലയളവിനുള്ളിൽ 100% നേട്ടം നൽകാവുന്ന ഒരു പൊതുമേഖല ഓഹരി. ഈ മിഡ് ക്യാപ് ഓഹരിയെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കാനുള്ള 5 ഘടകങ്ങളും ഓഹരിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള വിശദാംശവും നോക്കാം. ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും ധനമന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ളതുമായ ഒരു ഇന്ത്യൻ പൊതുമേഖല ഇൻഷുറൻസ് കമ്പനിയാണ്. മുംബൈ ആസ്ഥാനമായി ഇത് 1919 സർ ദോറാബ്ജി ടാറ്റ സ്ഥാപിച്ചു. വിദേശ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മൊത്ത പ്രീമിയം ശേഖരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പൊതു ഇൻഷുറൻസ് കമ്പനിയാണ് ഇത്. 1973 ദേശസാൽക്കരിക്കപ്പെട്ടു. മുമ്പ് ഇത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായിരുന്നു. ജനറൽ ഇൻഫർമേഷൻ. Technical performance. Shareholding. Technical levels. 1. ഇൻഷുറൻസ് വ്യാപനം. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം അഥവാ GDPയും ഇൻഷുറൻസ് പ്രീമിയമായി സ്വരൂപിക്കുന്ന തുകയും ശതമാനാടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസ് സേവനങ്ങളുടെ വ്യാപനം എത്രത്തോളം ശുഷ്കമാണെന്ന് വ്യക്തമാകും. രാജ്യത്തെ ഇൻഷുറൻസ് വിപണിയുടെ വളർച്ചാ സാധ്യതയിലേക്കും ഇക്കാര്യം വിരൽ ചൂണ്ടുന്നു. ഔദ്യോഗിക ഏജൻസിയായ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ RDIയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിനൊടുവിൽ രാജ്യത്തെ ഇൻഷുറൻസ് വ്യാപനത്തിന്റെ തോത് 4% മാത്രമാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസി താരതമ്യേന കൂടുതൽ ജനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ ജനറൽ ഇൻഷുറൻസ് വ്യാപനത്തിന്റെ തോത് 1% മാത്രമേയുള്ളൂ എന്നത് ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾക്ക് അടിവരയിടുന്നു. 2. ജനറൽ ഇൻഷുറൻസ് വിപണിയുടെ വളർച്ച. ഗ്രോസ് ഡയറക്ട് പ്രീമിയം ഇൻകം എന്ന നിലയിൽ രാജ്യത്തെ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ നേടുന്ന വരുമാനം 2025-26 സാമ്പത്തിക വർഷത്തോടെ 4 ലക്ഷം കോടിയായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് വിപണിയുടെ ഇപ്പോഴത്തെ വരുമാനത്തേക്കാൾ 32% ഉയർന്ന നിലവാരമാണ്. അതുപോലെ ജനറൽ ഇൻഷുറൻസ് വിപണിയിൽ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിക്ക് 12% വിപണി വിഹിതമാണുള്ളത്. 3. വിപണി മേധാവിത്വം നിലനിർത്തുന്നത്. പതിറ്റാണ്ടുകളായി രാജ്യത്തെ ജനറൽ ഇൻഷുറൻസ് വിപണിയിൽ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഫെയർ, മറൈൻ, എഞ്ചിനീയറിംഗ്, ഹെൽത്ത്, ഏവിയേഷൻ ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള ജനറൽ ഇൻഷുറൻസിന്റെ ഉപവിഭാഗങ്ങളിൽ കമ്പനിയാണ് വിപണി വിഹിതത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. മോട്ടോർ ഇൻഷുറൻസ് വിഭാഗത്തിൽ കമ്പനി 2-ാം സ്ഥാനത്തും നിൽക്കുന്നു. അതേസമയം വിപണിയിൽ മത്സരം ശക്തമാകുന്നതിനാൽ സമീപകാലത്ത് ന്യൂ ഇന്ത്യ അഷ്വറൻസിന്റെ വിപണി വിഹിതത്തിൽ നേരിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ മറികടക്കുന്നതിനായി വിപണിയിൽ പുതിയ ഇൻഷുറൻസ് സേവനങ്ങൾ അവതരിപ്പിക്കുകയും നിലവിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുടെ വിലയിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 4. സാമ്പത്തിക പ്രകടനവും തന്ത്രങ്ങളും. 2023-24 സാമ്പത്തിക വർഷത്തെ രേഖകൾ പ്രകാരം ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ ഓഹരിയിന്മേലുള്ള ആദായം അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി 5%. ഇടക്കാലയളവിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി 10%-ലേക്ക് ഉയർത്താൻ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നു. ഇതിനായി കമ്പനിയുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കുക, ലാഭ മാർജിൻ ഉയർത്തുക, ഓഫീസ് ലൊക്കേഷൻ പുനഃക്രമീകരിക്കുക, പ്രവർത്തനം കൂടുതൽ ഡിജിറ്റൽവൽക്കരിക്കുക എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ മെച്ചപ്പെടുത്തി റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ നിലവാരം ഉയർത്താനാണ് ന്യൂ ഇന്ത്യ അഷ്വറൻസ് ശ്രമിക്കുന്നത്. 5. ഉത്പന്ന വൈവിധ്യവും വിതരണവും. ജനറൽ ഇൻഷുറൻസ് വിപണിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഹെൽത്ത് ആൻഡ് പേഴ്സണൽ ആക്സിഡന്റ് എന്ന ഉപവിഭാഗത്തിലാണ് ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ 45% ഇൻഷുറൻസ് സ്കീമുകളും ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്.
ഹെൽത്ത് വിഭാഗത്തിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ പ്രീമിയം വരുമാനം 13% വാർഷിക വളർച്ചയോടെ 17,795 കോടിയായി ഉയർന്നിരുന്നു. മോട്ടോർ ഇൻഷുറൻസ് വിഭാഗത്തിൽ കമ്പനി നേടിയ പ്രീമിയം 8% വാർഷിക വർധനയോടെ 10,589 കോടി രൂപയായിരുന്നു. അതുപോലെ വ്യക്തിഗത ഏജന്റുമാർ, കോർപ്പറേറ്റ് ഏജന്റുമാർ, ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ, ബാങ്കാഷുറൻസ് എന്നിങ്ങനെ ബഹുതല വിതരണ ശൃംഖലയാണ് ഇൻഷുറൻസ് സ്കീമുകൾ വിറ്റഴിക്കുന്നതിനായി ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി സജ്ജമാക്കിയിട്ടുള്ളത്. ഓഹരി വില ട്രെൻഡ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് നിക്ഷേപക സമ്പത്ത് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. ഏകദേശം 147% റാലി ചെയ്തു. അതേസമയം 2024 ഇത് 36%-ലധികം മുന്നേറി. ഈ വർഷത്തിൽ ഇതുവരെയുള്ള 7 മാസങ്ങളിൽ 5ലും പോസിറ്റീവ് റിട്ടേൺ നൽകുന്നു. പ്രഡിക്ഷൻ. കൺക്ലൂഷൻ. ഇന്ത്യൻ ജനറൽ ഇൻഷുറൻസ് വ്യവസായത്തിൽ അതിന്റെ നേതൃത്വം മുതലെടുക്കാൻ ന്യൂ ഇന്ത്യ അഷ്വറൻസ് മികച്ച നിലയിലാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഉൽപ്പന്ന ലോഞ്ചുകൾ, ശക്തമായ സോൾവൻസി റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയിൽ നിന്ന് കമ്പനിക്ക് നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണയോടെ ന്യൂ ഇന്ത്യ അഷ്വറൻസ് അതിന്റെ വിപണി വിഹിതം നിലനിർത്താൻ ഒരുങ്ങുകയാണ്. ഇത് മെച്ചപ്പെട്ട സംയോജിത അനുപാതത്തിലേക്ക് നയിക്കുകയും വിപണിയിലെ ലീഡർ എന്ന നിലയിലുള്ള അതിന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂ ഇന്ത്യ അഷ്വറൻസ് ഓഹരിയിൽ നിന്നും 100% നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 30%-വും ഒരു വർഷക്കാലയളവിൽ 150% വീതവും നേട്ടം ന്യൂ ഇന്ത്യ അഷ്വറൻസ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു.